ഗൈസ്, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ഇറ്റ്സ് മീ ശ്രീഭാമ SP. മക്കളെ, ഇതാ നിങ്ങളുടെ പരീക്ഷയിലെ ഇതാ ക്രിസ്മസ് എക്സാം ഒക്കെ കഴിഞ്ഞു. അതൊക്കെ റിലാക്സേഷൻ കഴിഞ്ഞ് പബ്ലിക് എക്സാം ആയി. ഇനി ദിവസവും ഇല്ല, ഒന്നും ഇല്ല. എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം, ഒരു ഐഡിയ ഇല്ലാതെ നിൽക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആകാൻ പോകുന്ന ഒരു വീഡിയോ ആയിട്ടാണ് മിസ് വന്നത്. ഇന്ന് മിസ് ഡിസ്കസ് ചെയ്യുന്നത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസാണ്. ഇനിയിപ്പോൾ നിങ്ങൾ കുറേ ഇങ്ങനെ വായിക്കുന്നതിനേക്കാൾ ക്വസ്റ്റ്യൻസുകൾ ചെയ്ത് പഠിച്ചാലാണ് കുറച്ചും കൂടെ യൂസ്ഫുൾ ആകുക അല്ലേ. സോ അതിന് വേണ്ടിയിട്ട് സെലക്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എൻ്റെ മക്കൾ മറന്നുപോയ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഫസ്റ്റ് ചാപ്റ്റർക്ക് എന്താണെന്ന് പോലും ഓർമ്മ ഉണ്ടാവത്തില്ല അല്ലേ. അപ്പോൾ ഫസ്റ്റ് ടെക്സ്റ്റും ഇമ്പോർട്ടൻ്റ് ആണ്, സെക്കൻഡ് ടെക്സ്റ്റും ഇമ്പോർട്ടൻ്റ് ആണ്. സെക്കൻഡിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസുകൾ പ്രതീക്ഷിക്കാം, പക്ഷേ ഫസ്റ്റിൽ നിന്നും ക്വസ്റ്റ്യൻസുകൾ വരാം. അപ്പോൾ നമ്മൾ ഇന്ന് എന്ത് ചെയ്യാൻ പോവാണ്, ആ ഫസ്റ്റ് ടെക്സ്റ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ഫോളോയിങ് ടേബിൾ. ഈസ് ദെയർ ഓർഗാനിസം വിച്ച് കാനോട്ട് ബി ഇൻക്ലൂഡഡ് ആൻഡ് എന്തുകൊണ്ട്? യൂണിസെല്ലുലാറിൽ തന്നിട്ടുണ്ട് അമീബ, ബാക്ടീരിയ ആൻഡ് ലോസ ആൻഡ് പേന്, അതുപോലെ യുഗ്ലീനൊക്കെ തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് ഓടായിട്ടുള്ളത്, ഏതാണ് ഒറ്റപ്പെട്ട് നിൽക്കുന്നത്, എന്തുകൊണ്ട്? ആൻഡ് ഏകകോശ ജീവിയുടെ ചിത്രം വരയ്ക്കാനും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പറയടാ, ഇതിൽ ഏതാ സെപ്പറേറ്റ് നിൽക്കാം? ഉറുമ്പും പേനും ഈ രണ്ട് സാധനം ഏകകോശ ജീവിയാണോ? അല്ലല്ലോ. ഏകകോശ ജീവി അല്ലെങ്കിൽ യൂണിസെല്ലുലാർ ഓർഗാനിസം പറഞ്ഞാൽ ഒരൊറ്റ സെല്ല് മാത്രമുള്ള ആളുകളാണ് ഏകകോശ ജീവി, ഒറ്റയ്ക്ക് നിൽക്കുന്നവൻ സോറിടാ എന്ന് പറയാം അല്ലേ. അപ്പോൾ ദെർ ആർ ഓർഗാനിസം വിത്ത് ഓൺലി വൺ സെൽ ആണെങ്കിൽ അതിനെയാണ് യൂണിസെല്ലാർ എന്ന് പറയുക. അമീബ, പാരമീസിയം, യുഗ്ലീന, ബാക്ടീരിയ ഒക്കെയാണ് എന്ത്, ഏകകോശ ജീവികൾ, ഒരൊറ്റ കോശം മാത്രമുള്ള ജീവികൾ. അപ്പോൾ ഒരു കോശം മാത്രമുള്ളതിനെയാണ് നമ്മൾ ഏകകോശ ജീവി എന്ന് പറയുക. അപ്പോൾ അതിൽ പേനും ഉറുമ്പൊന്നും ഏകകോശ ജീവികളല്ല, ബഹുകോശ ജീവികളാണ്, ഒരുപാട് കോശങ്ങളുള്ളവരാണല്ലേ. അപ്പോൾ ഈ പറയുന്ന കുഞ്ഞനായിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ്, കുഞ്ഞായിട്ട് നമുക്ക് കാണാൻ പറ്റാത്ത ആളുകൾ മാത്രമാണ് എന്ത്, നമുക്ക് ഈ പറയുന്ന പോലെ ഏകകോശ ജീവികൾ എന്ന് പറയാൻ വേണ്ടി പറ്റും. ബഹുകോശ ജീവി എന്ന് പറയുമ്പോൾ ഒരുപാട് കോശങ്ങളുള്ളത്, നമുക്കൊക്കെ ഇഷ്ടം പോലെ കോശങ്ങളല്ലേ. നമുക്ക് എന്തോരം കോശങ്ങളുണ്ട്? ബ്ലഡ് സെല്ലുണ്ട് അല്ലേ, രക്തകോശങ്ങളുണ്ട്, ആൻഡ് അതുപോലെ തന്നെ മസിൽ സെൽസ് ഉണ്ട്, നെർവസ് സെൽസ് ഉണ്ട്, അങ്ങനെ ഇഷ്ടം പോലെ സെല്ലുകളാണ് നമുക്കുള്ളത്. റെഡി. അടുത്തത്, ഒരു ശാസ്ത്ര ലാബില് ലേബൽ നഷ്ടപ്പെട്ട ഒരു മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ചപ്പോൾ ഇതുപോലെയുള്ള രണ്ട് ഭാഗങ്ങൾ കാണാൻ വേണ്ടി പറ്റും. ഏതൊക്കെ തരം കോശമാണിത്? വിച്ച് ടൈപ്പ് ഓഫ് സെൽ ആണെന്ന് ചോദിച്ചു. ആൻഡ് 2 types of cells are given in the picture. Write the name part of this common both of them. ഇതിൽ രണ്ടിലും പൊതുവായിട്ട് കാണപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. പറയടാ, ഇത് നോക്കിയിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്? വലിയ ഫേനുള്ളതും ഇരട്ട ഭിത്തിയൊക്കെ ഉണ്ടെങ്കിൽ ഇത് നമുക്ക് എന്താ പറയാൻ പറ്റും? ദിസ് ഇസ് പ്ലാന്റ് സെല്ല്, സസ്യകോശം. ഇത് നമ്മുടെ ജന്തുകോശം അല്ലെങ്കിൽ ആനിമൽ സെല്ല് എന്ന് പറയാൻ വേണ്ടി പറ്റും അല്ലേ. ഈ ഫേന കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം ഇത്രയും വലിയ ഫേന നമ്മുടെ ആർക്കേ ഉള്ളൂ, പ്ലാന്റ് സെല്ലിലേ ഉള്ളൂ എന്നറിയാം അല്ലേ. അപ്പം ജന്തുകോശവും ഉണ്ട്, സസ്യകോശവും ഉണ്ട്. ജന്തുകോശം എന്ന് പറയുന്ന സമയത്ത് ജന്തുകോശത്തിനകത്ത് എന്തൊക്കെയുണ്ടടാ? മർമ്മം, ഏറ്റവും നടുവിലായിട്ട് ന്യൂക്ലിയസ് എന്ന് പറയുന്ന മർമ്മമാണുള്ളത്, ഈ വട്ടത്തിൽ കാണുന്നത് അല്ലേ. മറ്റേ ആളിലും ഉണ്ട്, രണ്ടുപേരിലും കോമൺ ആണ്. എന്നാൽ ഹരിതകം എന്ന് പറയുന്ന സാധനം, ക്ലോറോഫിൽ എന്ന് പറയുന്ന നമ്മുടെ പച്ച കളറുള്ള ഈ സാധനം എവിടെ മാത്രമേ ഉള്ളൂ? നമ്മുടെ പ്ലാന്റ് സെല്ലിൽ മാത്രമേ ഉള്ളൂ. ഹരിത എവിടെയാണ്? പച്ചപ്പുള്ളവിടെയല്ലേ ഉള്ളൂ. പച്ചപ്പ് എന്ന് പറയുന്നത് പ്ലാന്റ്സിലല്ലേ, അപ്പൊ ഹരിത. ആൻഡ് കോശദ്രവ്യം സൈറ്റോപ്ലാസം എന്ന് പറയുന്ന രണ്ടിലുണ്ട്. എല്ലാത്തിലും ലിക്വിഡ് ആയിട്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ലിക്വിഡ് ആയിട്ടുള്ള ദ്രാവകമായിട്ടുള്ള ഭാഗം സസ്യകോശത്തിലും ജന്തുകോശത്തിലും ഉണ്ട് കേട്ടോ. അടുത്തത് കോശഭിത്തി, അതാർക്ക് മാത്രമേ ഉള്ളൂ? പ്ലാന്റ് സെല്ലിൽ മാത്രമേ ഉള്ളൂ. കണ്ടോ, കോശഭിത്തി എന്ന് പറയുന്ന സമയത്ത് ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ കൊടുത്തേക്കുക. ഇവിടെ ഒരു എക്സ്ട്രാ സാധനം കണ്ടോ, ഇവിടെ ഇല്ലാത്ത ഒരു എക്സ്ട്രാ ഇതുണ്ട്, അതിനെയാണ് നമ്മൾ കോശഭിത്തി എന്ന് പറയാം. അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, ആ സെല്ലിനെ സംരക്ഷിക്കാം. ആൻഡ് ഫേനമുണ്ട് രണ്ടിലും, പക്ഷേ ജന്തുകോശത്തിൽ കുഞ്ഞനായിട്ടുള്ള ഫേനോ മറ്റേതിൽ വലിയ ബലൂണ് പോലെ വലിയ വീർത്തിരിക്കുന്ന ഫേനോ ആണ് ഇതിലുള്ളത്, നമ്മുടെ ഈ പറയുന്ന പോലെ പ്ലാന്റ് സെല്ലിലുള്ളത്. അങ്ങനെയാണ് മിസ് ഐഡന്റിഫൈ ചെയ്തത് പ്ലാന്റ് സെല്ലാണെന്നല്ലേ. കോശസ്തരം രണ്ടിലുണ്ട്, എന്ന് വെച്ചാൽ ഇതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കോശസ്തരം, ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, സെല്ലിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോശസ്തരം അല്ലെങ്കിൽ സെൽ മെംബ്രെയിൻ ഉള്ളത്. ഇതിൽ എൻ്റെ മക്കളെ ആലോചിക്കുക, പ്ലാന്റ് സെല്ലിലാകെ എക്സ്ട്രാ ആയിട്ടുള്ളത് ഹരിതകം എന്ന് പറയുന്ന ക്ലോറോഫിലും അതേപോലെ സെൽ വോളും. അപ്പൊ എൻ്റെ മക്കളെ എന്താ ആലോചിക്കുക? ഹരിത ഭിത്തിയിൽ അമർത്തി. അപ്പൊ ഹരിതകം, ഭിത്തി, സെൽവോള്, ഈ രണ്ട് സാധനം എക്സ്ട്രാ വരുന്നത് പ്ലാന്റ് സെല്ലിലാണ്. ബാക്കി എല്ലാത്തിലും കോമൺ ആയിട്ടാണുള്ളത്. സോ മർമ്മ രണ്ടിലുണ്ട്, കോശഭിത്തി ഇതിൽ മാത്രമേ ഉള്ളൂ, ആൻഡ് കോശസ്തരം രണ്ടിലുണ്ട്, ഫേനം രണ്ടിലുണ്ട്, ഹരിതകം എന്ന് പറയുന്നത് ജന്തുകോശത്തിലില്ല. അപ്പൊ ഈ ഒരു സാധനം പഠിച്ചു വെക്കണേ. വളരെ 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 പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ആ ഫസ്റ്റ് പാർട്ടിൽ നിന്ന് എന്തായാലും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്തത്, ശീലേനും കാന്തങ്ങളുടെ ചിത്രമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ചിത്രം നോക്കി ഇവിടെ പേര് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇതുമായിട്ടുള്ള ചിത്രവുമായിട്ടുള്ള അതിന്റെ ബന്ധം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്.
പറയട മക്കളെ. ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന സാധനമാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? ബാർ കാന്തം എന്ന് പറയും. ബാർ മാഗ്നറ്റ് അല്ലേ? കാന്തത്തിന്റെ ആകൃതി നോക്കുക, ഒരു സ്ക്വയർ ഷേപ്പിൽ ഇങ്ങനെ നീണ്ടു നിവർന്ന് നിൽക്കുന്നതാണെങ്കിൽ അത് ബാർ കാന്തമാണ്. എന്നാൽ ഇത് നോക്കുക, ഇതൊരു യു ഷേപ്പ് അല്ലേ? യു ഷേപ്പിൽ കാണുകയാണെങ്കിൽ അത് യു കാന്തമാണ്, യു മാഗ്നറ്റ് ആണ്. കാരണം ഇതിന്റെ ആകൃതി തന്നെയാണ് യു ഷേപ്പ് ആയതുകൊണ്ട് യു കാന്തം. ഇനി വട്ടത്തിലാണെങ്കിലോ റിങ് കാന്തം എന്ന് നമ്മൾ പറയും, അതിനെ റിങ് മാഗ്നറ്റ് എന്ന് പറയും. അപ്പൊ എന്തിന്റെ ഷേപ്പാണോ? റിംഗ് ആണെങ്കിൽ റിംഗ് ഷേപ്പ്, ആൻഡ് യു ആണെങ്കിൽ യു മാഗ്നറ്റ്. അങ്ങനെ ബാർ ആണെങ്കിൽ ഒരു ബാർ പോലെ കാണപ്പെടുന്നതാണെങ്കിൽ ബാർ മാഗ്നറ്റ്. അങ്ങനെ ഷേപ്പിനനുസരിച്ചിട്ടാണ് അവിടെ പേര് വന്നിട്ടുള്ളതെന്ന് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റിനെ, കാന്തിക വസ്തുക്കളും അകാന്തിക വസ്തുക്കൾ എന്നാൽ എന്ത്? മാഗ്നറ്റിക് ആൻഡ് നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്താ? താഴെ തന്നവയെ മാഗ്നറ്റിക് ആൻഡ് നോൺ മാഗ്നറ്റിക് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറഞ്ഞു. ഡെസ്ക്, പിന്നെ നീണ്ടില, ചോക്കൊക്കെ നിങ്ങൾക്ക് എക്സ്ട്രാ കുറേ എണ്ണം തന്നിട്ടുണ്ട്. എന്താ മക്കളെ കാന്തിക വസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കാന്തം ആകർഷിക്കുന്ന വസ്തുക്കള്. ഞാനാണ് കാന്തം എന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ അട്രാക്ട് ചെയ്യുന്ന സാധനങ്ങളെയാണ് നമ്മൾ കാന്തിക വസ്തുക്കൾ എന്ന് പറയുന്നത് അല്ലേ? എക്സാമ്പിൾ പറഞ്ഞ ഒരു മുട്ട് സൂചി ഞാൻ കാന്തത്തിൻ്റെ അടുത്ത് കൊണ്ടുവന്നാൽ അത് അട്രാക്ട് ചെയ്യും അല്ലേ? അട്രാക്ട് ചെയ്യും. അതേപോലെ ആയിരിക്കും അതിന് കാന്തവസ്തു എന്ന് പറയും. അതേസമയം കാന്തിക വസ്തു പറയും. അല്ലാത്തവയെ ആകർഷിക്കാത്ത സാധനങ്ങൾ, ഞാനൊരു പ്ലാസ്റ്റിക്കിന്റെ ബോട്ടിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ കാന്തം ഒന്നും ചെയ്യില്ല, കാന്തത്തിന് അത് ഇഷ്ടമല്ല, അതിനെയാണ് അകാന്തിക വസ്തുക്കൾ അല്ലെങ്കിൽ നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ സബ്സ്റ്റൻസ് അട്രാക്റ്റഡ് ബൈ മാഗ്നറ്റ് ആണെങ്കിൽ മാഗ്നറ്റിക് സബ്സ്റ്റൻസ്, അട്രാക്ട് ചെയ്യാത്തതിനെയാണെങ്കിൽ നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നു. അയൺ, നിക്കല്, കൊബാൾട്ട് എന്നൊക്കെ പറയുന്നത് കാന്തിക വസ്തുക്കളാണ്. അവരൊക്കെ എന്താണ്? കൊബാൾട്ട്, അയൺ എന്നൊക്കെ പറയുന്നത് കാന്തികമായിട്ടുള്ള മാഗ്നറ്റിക് സബ്സ്റ്റൻസാണ്. അപ്പം എൻ്റെ മക്കൾക്ക് തന്ന ക്വസ്റ്റ്യൻ ഇതായിരുന്നു, കണ്ടോ? സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മുട്ട്, സൂചി, ആണി, ബ്ലേഡ് എന്നൊക്കെ പറയുന്നത് അട്രാക്ട് ചെയ്യുന്ന മാഗ്നറ്റിക് സബ്സ്റ്റൻസാണ്. അതേസമയം നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസിൽ പെട്ടതാണ് പ്ലാസ്റ്റിക്, ചീർപ്പ്, പുസ്തകം, ചോക്ക്, തൂവല എന്നൊക്കെ പറയുന്നത് അതിലുള്ള എക്സാമ്പിളുകളാണ്. അപ്പം അതും നമ്മൾ സെറ്റായിട്ട് പഠിച്ചു കഴിഞ്ഞു. സെറ്റാണെന്ന് വിചാരിക്കുന്നു. എങ്കിൽ ലാസ്റ്റ് ചാപ്റ്ററിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്, ചിത്രം നിരീക്ഷിച്ച ഈ ജീവിയുടെ പേരെഴുതുക. ഈ ജീവികളുടെ പ്രധാന വെല്ലുവിളി എന്താ? ആൻഡ് ഇവരുടെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാലഞ്ചസ് ഫേസ് ചെയ്യുന്നത് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചത്. പേര് തന്നെയുണ്ട്, അല്ലെങ്കിൽ കാണുന്ന പിക്ചർ തന്നെയുണ്ട്. നോക്കുക, നല്ല നക്ഷത്രങ്ങളുള്ള ഓടുള്ള ആളാണെങ്കിൽ അത് നക്ഷത്രയാമയാണെന്ന് എൻ്റെ മക്കൾക്കറിയാം. അതിൻ്റെ അടുത്തത് നോക്കുക, സ്വർണ്ണ നിറത്തിലുള്ളതാണെങ്കിൽ അത് സ്വർണ്ണവണ്ടാണെന്ന് പറയാം. അപ്പം നക്ഷത്രങ്ങളുള്ളവൻ നക്ഷത്രയാമ, സ്റ്റാർ ടോർട്ടോയ്സ്, ഗോൾഡൻ ബീറ്റിൽ ആയിട്ടുള്ള സ്വർണ്ണവണ്ടുകളും ഉണ്ട്. അപ്പം ഇവരെന്താണ് പ്രശ്നം എന്നറിയോ? ഇവരെ കാണാൻ ഭയങ്കര ഭംഗിയുള്ളതുകൊണ്ട് ഇവരെ നശിപ്പിക്കാനും സാധ്യത കൂടുതലാണ്. ഭംഗിയുള്ള എല്ലാത്തിനും നമ്മൾ നശിപ്പിക്കും. അപ്പോൾ പുറന്തോടുകൾ മനോഹരമായിട്ടുള്ള പാറ്റേണുകൾ, നിറങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവരെയും അട്രാക്ട് ചെയ്യാനുള്ളൊരു കഴിവ് കൂടുതലാണ്. ബ്യൂട്ടിഫുൾ പാറ്റേൺസും കളേഴ്സും ഉള്ളതുകൊണ്ട് ഇവരെന്ത് ചെയ്യും? കൂടുതൽ അട്രാക്ട് ചെയ്യപ്പെടുന്നത് കൊണ്ട് തന്നെ ഇത് ഭയങ്കര സീനാണ്. നമ്മൾ മനുഷ്യന്മാർ ഇതിനെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും? നൈസായിട്ട് വിൽക്കും. അപ്പോൾ ഈ ആകർഷണം കൂടുതലായതുകൊണ്ട് തന്നെ യാതൊരു നിയന്ത്രണം ഇല്ലാതെ ഇതിനെ പിടിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇത് എക്സ്റ്റിങ്ഷൻ, വംശനാശം എന്ന് വെച്ചാൽ ആ വംശം നശിക്കുക, അവർ നാശത്തിൻ്റെ വക്കിലോട്ടാണ് പോകുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഭംഗി കൂടിയാൽ പ്രശ്നം അല്ലേ? ഭംഗി കൂടിക്കഴിഞ്ഞാലും സീന്, ഭംഗി കുറഞ്ഞാലും സീന്. അതാണ് ഇപ്പോൾ അവസ്ഥ. അപ്പോൾ നല്ല ഭംഗി ഉള്ളത് കൊണ്ട് തന്നെ ഇവരെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്? കൺസേൺ ഇല്ലാണ്ട് തന്നെ ഇവരെ നമ്മൾ മാൻ ക്യാപ്ചർ ചെയ്യാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ അത് എക്സ്റ്റിങ്ഷന് കാരണമാകുമെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതും എൻ്റെ മക്കളൊന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസുകളുണ്ട്. അത് മാരത്തോണുകൾ നിങ്ങൾക്ക് വരും, ലൈവ് ക്ലാസ്സുകൾ വരും. ആൻഡ് ആ ലൈവ് ക്ലാസ്സുകളൊക്കെ അടിപൊളിയായിട്ട് കാണുക, സെറ്റായിട്ട് പഠിക്കുക, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസുകളെല്ലാം ചെയ്ത് പഠിക്കുക. അപ്പോൾ എക്സാം എഴുതാൻ പോകുന്ന എല്ലാ മക്കൾക്കും വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. ഉഷാറാക്കുക കേട്ടോ. അപ്പോൾ ബാക്കി കാര്യങ്ങൾ ഇനി ലൈവുകളിൽ ഡിസ്കസ് ചെയ്യാം. സോ അതുവരേക്കും ബൈ ബൈ, ഗുഡ് ലക്ക് ഡിയേഴ്സ്, ബൈ.